നിറം പോരെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ അവഹേളനം, അതിൽ മനംനൊന്ത് യുവതിയുടെ ആത്മഹത്യ. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ജീവനൊടുക്കിയ സംഭവം ഏറെ ഞെട്ടലുളവാക്കുന്നതാണ്. വിവാഹബന്ധം ഒഴിയുമെന്ന് പറഞ്ഞ് ഭർത്താവ് വാഹിദ് നിരന്തരം സമ്മർദ്ദത്തിലാക്കിയതാണ് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം പറയുന്നു. നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും വാഹിദ് തുടർച്ചയായി പറഞ്ഞതും മനോവിഷമം ഉണ്ടാക്കി. ഇത്രയേറെ മോശമായി പെരുമാറിയിട്ടും ഷഹാനയ്ക്ക് വാഹിദിന്റെ കൂടെ തന്നെ ജീവിക്കാനായിരുന്നു ആഗ്രഹം. എന്നാൽ വാഹിദും വാഹിദിന്റെ കുടുംബവും ഉപേക്ഷിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നുവെന്നും ഷഹാനയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. നമ്മളിവർ കുറച്ചൊരു അകൽച്ച വന്നതിന് ശേഷം 2 മാസം മുന്നേ ഇവർ അനിയൻ വീട്ടിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അതിന് ശേഷം ഞാൻ ഒരു മാസം മുന്നെയാണ് ഞാൻ മോളുമായിട്ട് സംസാരിക്കുന്നത്. അവൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾ ഇനിയിപ്പോൾ ടോർച്ചർ വേണ്ടാന്ന് വിചാരിച്ചിട്ട്, വിളിച്ചു കഴിഞ്ഞാൽ ഇതാണല്ലോ പറയാനുള്ളത്, അപ്പോൾ ആ ടോർച്ചർ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ഫോൺ നമ്പർ മാറ്റി. ഒരു ശല്യം വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അവളോട് ഒരു 1.5 മണിക്കൂറോളം സംസാരിച്ചാണ്. ഞാൻ സംസാരിക്കാൻ നേരത്തെ പറഞ്ഞാണ്. വന്ന് സംസാരിച്ചപ്പോൾ ഇവിടെ എന്നോട് പറയുന്ന ഈ വിഷയങ്ങളൊക്കെ, നേരത്തെ ഞാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇവിടെ എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവക്കുള്ള പേടി എന്ന് വെച്ചാൽ അവസാനത്തൊക്കെ ഞാൻ പറയും നമുക്ക് വേണ്ടത് നമുക്കും നിന്നെ വേണ്ടത് അവർ പറയും നമുക്കും വേണ്ട, എന്ത് പോയി പണിയോക്കാൻ പറയും. ഞാൻ അങ്ങനെ തന്നെ പറയും, പോയി പണിയോക്കാൻ പറയുക അവളോട്, അവനോട് പോയി പണിയോക്കാൻ പറയും. നമുക്ക് നല്ല പഠിച്ച് നല്ല ജോലി കിട്ടിയ നല്ല ബന്ധങ്ങൾ വേറെ കിട്ടില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ചെക്കന്മാരെ കിട്ടാത്ത കാലമാണ് ഇപ്പം. അതുകൊണ്ട് നീ ഒരു പേടിയും പേടിക്കണം കുറേ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവസാനം അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇവളിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് മുറുക്കി പിടിച്ചിട്ട് ഇവിടെ പറയാം, എന്നാലും ഞാൻ 19 വയസ്സായപ്പോഴത്തേക്കും ഡിവേഴ്സായ ഒരു പെണ്ണായി മാറില്ല എന്ന് വെച്ചിട്ടുണ്ട്. അവൾ ചോദിക്കുന്നതാണ് പിന്നെ നമ്മളോട്. അതിപ്പം പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ഇവിടെ നിന്ന് പോയപ്പോൾ ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഇവൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കോളേജിൽ പോയിട്ടില്ല, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നത്. അപ്പോൾ ഉമ്മനാഴ്ച ഇവൾ വിളിച്ചിട്ട് പറയുന്നത് നീ അവിടെ വീട്ടിൽ തന്നെ അടയിരുന്നോന്ന്. ഇവളുടെ അസുഖം എന്താണ്, ഇതിന് കാരണക്കാരനായ ഒരാൾ തന്നെയാണ് ഈ പറയുന്നത്. നീ വീട്ടിൽ തന്നെ അറിയുന്നത്. ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ കോളേജ് മാറി. കോളേജ് നേരത്തെ നീ എത്ര കോളേജിലാണ് പഠിക്കുന്നത്, നീ പട്ടണത്തിന് ബാക്കിലായതുകൊണ്ടല്ലേ കോളേജ് മാറുന്നത്. ഇപ്പം പ്രൈവറ്റ് കോളേജിൽ നിന്ന് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയപ്പോഴാണ് അങ്ങോട്ട് മാറിയത്. ഇപ്പം വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ പഠിക്കാൻ മോശമായതുകൊണ്ടാണ് കോളേജ് മാറുന്നതെന്നാണ്. ഇപ്പോൾ ബ്ലോസമെന്ന് ഗവൺമെൻറ് കോളേജിൽ പിന്നെ അഡ്മിഷൻ കിട്ടിയപ്പോഴാണ് അങ്ങോട്ട് മാറുന്നത്. മനസ്സിലാക്കാതെ, കാരണം ഇവൾ ഭയങ്കരമായിട്ട് അന്ധമായിട്ട് ഇവനെ സ്നേഹിച്ചു. ഇവനത് നേരെ തിരിച്ചുമാണ്. ഇവനങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ഒരു ഇതായി. ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്ത് മോശം പെരുമാറ്റം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു, അന്ന് പോയപ്പോൾ ഇവർ പോയപ്പോൾ സമയത്ത് ഇവർ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അവർ ഒഴിവാക്കുമ്പം സ്വാഭാവികമായിട്ടും ഡിവോഴ്സ് ലോകത്തിൽ ആദ്യ സംഭവമൊന്നുമല്ല, ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു കാരണം പറയുമല്ലോ, അതില്ല, ഇവർക്ക് പറയാനില്ല. അവരൊന്നും പറയുന്നത് ഈ ബന്ധം മുന്നോട്ട് പോകില്ല, അത് മാത്രമേ അവർ പറയുന്നുള്ളൂ. ഇവൻ്റെ വാപ്പനോട് വെച്ചാൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾ കാരണം പറയും, ഇവർക്ക് വല്ല അഫയർ ഉണ്ടോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അപ്പോൾ എന്തെങ്കിലും മോശ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതൊന്നും ഇവർക്ക് പറയാനില്ല. ഈ ബന്ധം മുന്നോട്ട് പോകില്ല. അത് ഭയങ്കര ഷോക്കാണ്. കാരണം അവൾ ഞാൻ അവളുടെ ഇത് വായിച്ചു, ഞാനിപ്പോൾ അവൾ എഴുതി വെച്ചാൽ പിന്നെ എനിക്ക് അവനില്ലാതെ ഞാൻ അവനെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അവനെന്നെ കഷ്ടപ്പെടുത്താൻ മാത്രമേ ചെയ്തതെന്ന് നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അവളുടെ. കുടുംബത്തിന്റെ പരാതിയിൽ കൊണ്ടോട്ടി പോലീസ് അന്വേഷണം തുടങ്ങി. ഷഹാനയുടെ ഖബറടക്കം കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, കേട്ടുകേൾവിയില്ലാത്തൊരു കഥകളാണ് നമുക്ക് ഈ മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞത്. അതായത് നിറം കുറവെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞ് ഭാര്യയെ, അതും നവവധുവിനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ മനോവിഷമത്തിൽ ആ യുവതി ഷഹാന ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അതായത് ഏറെ സങ്കടപ്പെടുത്തുന്ന വാക്കുകളാണ് ഈ ഷഹാനയുടെ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. സംഭവത്തിൽ ഈ യുവതിയുടെ മരണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ അനുമോദ്? ടോം, ഈ സ്ത്രീധന പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ നവവധുക്കളുടെ ആത്മഹത്യയ്ക്കും അതുപോലുള്ള സംഭവങ്ങൾക്കൊക്കെ സാധാരണ വഴിയൊരുക്കുന്നതെങ്കിൽ കൊണ്ടോട്ടിയിലെ സാഹചര്യം മറ്റൊന്നായിരുന്നു. ശാരീരിക ഉപദ്രവമല്ല, പകരം മാനസികമായിട്ടുള്ള പീഡനമായിരുന്നു. ഇത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിന്ന് രാവിലെ മുതൽ കുടുംബത്തിൻ്റെ കൂടെയായിരുന്നു. അവരിൽ ഓരോരുത്തരോടും ഓഫ് ദ റെക്കോർഡും ഓൺ ദ റെക്കോർഡും ഒക്കെ സംസാരിച്ച് അവരുടെ വിഷമം മുഴുവൻ നമ്മൾ കേട്ടിരിക്കുകയായിരുന്നു. അതിൽ ചിലത് മാത്രമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാനസികമായിട്ട് ഈ പെൺകുട്ടിയിൽ ഇയാളുടെ വാക്കുകളുണ്ടാക്കിയ ആ ഒരു മുറിവ്, അത് ആണ് ഈ കുട്ടിയുടെ സ്വയം ജീവനെടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ആ കുട്ടി കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു ഇവരുടെ നിക്കാഹ്.
ഈ 10-20 ദിവസം ഇവർ ഒരുമിച്ചായിരുന്നു. അതിനുശേഷം ഇയാൾ ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് പോയതിന് ശേഷമാണ് ഈ പെൺകുട്ടിയെ തുടർച്ചയായിട്ട് അവഗണിച്ചും അവഹേളിച്ചും ഒക്കെ ഇയാൾ സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുന്നത്. നിനക്ക് നിറം കുറവാണ്, നിനക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല, അങ്ങനെ പല കാരണം. ഈ കുട്ടിയാണെങ്കിൽ ഇയാളെ ജീവന് തുല്യം സ്നേഹിച്ച് ഇയാൾക്കൊപ്പം ബാക്കി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച എന്ന തരത്തിൽ ജീവിതം മാറ്റിവെച്ചൊരു കുട്ടിയാണ്. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ആളിൽ നിന്നും ഇത്തരത്തിലുള്ള അവഗണനകളും എല്ലാം വരുമ്പോൾ ആ കുട്ടിക്ക് അത് അതിജീവിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടിയുടെ പഠനത്തെ ബാധിച്ചു. സെമസ്റ്റർ എക്സാമിന് ആ കുട്ടി എഴുതാതിരുന്നപ്പോഴാണ് അധ്യാപകർ ഇക്കാര്യം അന്വേഷിക്കുന്നതും തുടർന്ന് അവർ സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ വീട്ടുകാരോട് ധരിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കുട്ടിക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടെന്ന വിവരം പുറത്തറിയുന്നത്. നമ്മൾ പലരും ഈ ഡിപ്രഷൻ എന്ന വാക്ക് ശരിക്കും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴവും അറിയാതെ ഉപയോഗിക്കുന്നവരാണ്. ആ ഡിപ്രഷൻ എന്ന ആ സ്റ്റേജിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലായിരുന്നു ഈ കുട്ടി സ്വയം ജീവനൊടുക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്നാൽ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഈ കല്യാണം കഴിച്ച ആൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. തുടർച്ചയായിട്ട് ഈ കുട്ടിയെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്, അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരു വീട്ടുകാർ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി ചികിത്സ നൽകി. പക്ഷേ അവർക്കൊക്കെ ഈ കുട്ടിയെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതിൽ അപ്പുറത്തായിരുന്നു ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇയാളുടെ അവഗണനയും ഇയാളുടെ അവഹേളനവും പരിഹാസവും ഒക്കെ ഉണ്ടാക്കിയ മുറിവ്. അതുപോലെ തന്നെ ഈ കുട്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരും വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. നിന്നെ വേണ്ട എന്ന തരത്തിലാണ് അവർ പെരുമാറിയത്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തെ അതിജീവിക്കുക എന്നുള്ളത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അത് ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിന് എത്ര പിന്തുണ കൊടുത്താലും മറുവശത്തു നിന്നും നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും ചെറിയ തോതിലുള്ള ഇത്തരം ആക്രമണങ്ങൾ വരുമ്പോൾ പോലും തളർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എന്നാണെങ്കിലും ദൗർഭാഗ്യകരമാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു ജീവൻ ത്യജിക്കൽ അത് ഒരുപാട് ആലോചന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം സാധാരണ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ല ആ കുട്ടിയുടെ ജീവനെടുത്തത്. മാനസികമായിട്ട് തൻ്റെ ജീവിത പങ്കാളി മാനസികമായിട്ട് തന്നെ നേരത്തെ ഈ യുവതിയുടെ ബന്ധുവും ഇതേ കാര്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനുമോദ്, ഈ നിറത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ നിറം കുറവെന്ന് പറയുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ മാനസിക പീഡനം, അതിനപ്പുറം ഈ ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ എന്തെങ്കിലും ഈ പെൺകുട്ടി അനുഭവിച്ചിരുന്നോ? ടോം, ഈ കുട്ടി 20 ദിവസം മാത്രമാണ് ഈ ഭർത്താവിൻ്റെ കൂടെ, ആൾ വിദേശത്താണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഈ കുട്ടി സ്വന്തം വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ശാരീരികമായിട്ടുള്ള ഉപദ്രവമോ അതുപോലെ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കമോ അങ്ങനെ യാതൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ പറയുന്നത്. പക്ഷേ വേണ്ട സമയത്ത് സ്വന്തം മകനെ തിരുത്തി അവനെ ഈ പറയുന്ന അവഹേളനവും പരിഹാസമൊക്കെ നിർത്തിയ പെൺകുട്ടിയെ കൂടെ കൂട്ടാൻ നിർദ്ദേശിക്കേണ്ട ഉത്തരവാദിത്വമുള്ള രക്ഷിതാക്കൾ അവരുടെ കടമ ചെയ്തില്ല എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. ഉപദ്രവം എന്നത് നമ്മൾ ശാരീരികമായിട്ട് ചെയ്യുന്നത് മാത്രമല്ലല്ലോ, മാനസികമായിട്ട് ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ട് ഈ കുട്ടിയെ ഇയാൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിനെ ചെറുക്കേണ്ട ഉത്തരവാദിത്വം, അതിന് അയാളെ നേർവഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ രക്ഷിതാക്കൾക്കുണ്ട്. അവരതൊന്നും ചെയ്തില്ല എന്നുള്ളത് കൂടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മഹത്യയിലേക്ക് വഴിയൊരുക്കിയതിൽ ഈ കുട്ടിയുടെ ഭർത്താവായ വാഹിദും അവരുടെ രക്ഷിതാക്കളുമൊക്കെ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. അത് തന്നെയാണ് ഈ കുട്ടിയുടെ കുടുംബം പരാതിയായിട്ട് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നതും. ഇപ്പോൾ കൊണ്ടോട്ടി DSP നേതൃത്വത്തിൽ ആ കുട്ടിയുടെ വീട്ടിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി ഇപ്പോൾ അന്വേഷണത്തിൻ്റെ തുടക്കമാവുകയാണ്. ഏതെല്ലാം വകുപ്പുകൾ ചുമത്തും, ഏതെല്ലാം തരത്തിൽ കേസ് മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്കിപ്പോൾ പറയാനാകില്ല. എങ്കിൽ പോലും മറ്റൊരു കുട്ടിക്കും ഈ ഒരു അവസ്ഥ വരരുത്. കാരണം ശാരീരികമായിട്ടുണ്ടാകുന്നത് മാത്രമല്ല ജീവനെടുക്കുന്നത്, മാനസികമായിട്ടുള്ള വേദനകളും ഒരു മനുഷ്യനെ ഇല്ലാതെയാക്കുമെന്ന് ഈ ഒരു കൊണ്ടോട്ടിയിലെ ഈ ഒരു കുട്ടിയുടെ ആത്മഹത്യ വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരാൾക്ക് ഇത്തരത്തിലൊരു സാഹചര്യം വരാതിരിക്കാൻ പരമാവധി ഈ ഒരു അനുഭവം അത് എല്ലാവർക്കും മാതൃകാ തരത്തിലുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. എന്നാണെങ്കിലും പോലീസിൻ്റെ നടപടികളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഈ കേസിൽ സ്വീകരിക്കേണ്ടതാണ്. CB അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.